നമസ്കാരം, ഗാഡ്ജറ്റ് സോൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ സാംസങ് ഗാലക്സി S8 മാത്രം ഉള്ളൊരു ഫീച്ചറാണ്. നമ്മുടെ ഫേസ് വെച്ചിട്ട് ഫോണിനെ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റുന്ന ഒരു ഫീച്ചർ. അതെങ്ങനെ നമ്മുടെ നോർമൽ മൊബൈലിൽ നിങ്ങൾക്ക് കിട്ടാമെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ്. ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞത് IOBIT ആപ്പ് ലോക്ക് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇതിൽ നിങ്ങളൊരു പാറ്റേൺ ലോക്ക് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേൺ ലോക്ക് ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ അത് കൺഫേം ചെയ്തു. അതിനുശേഷം കുറച്ച് സെക്യൂരിറ്റി ടിപ്സ് എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കും. അതിൽ റിമൈൻഡ് മീ ലേറ്റർ എന്ന് കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമെയിൽ ID വെച്ച് നിങ്ങൾക്ക് ഇതിനെ അൺലോക്ക് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ലോക്ക് ചെയ്ത് വയ്ക്കാം. വൈഫൈ, നിങ്ങളുടെ ഫോണിലെ ആപ്ലിക്കേഷൻ, സ്ക്രീൻ ലോക്ക്. ഞാനിപ്പോൾ ആ സ്ക്രീൻ ലോക്ക് എനേബിൾ ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിലൊരു ലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലോക്ക് നിങ്ങൾ ഡിസേബിൾ ചെയ്യണം. നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഒരു ലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലോക്കിനെ, നിങ്ങളുടെ ഫോണിൻ്റെ ലോക്കിനെ ഡിസേബിൾ ചെയ്യണം. എന്നിട്ട് ഈ ലോക്ക് എനേബിൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ 3 വരയിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫേസ് ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡിങ് AI ഡേറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഒരു 10 മിനിറ്റ്, ഏകദേശം 10 മിനിറ്റോളം എടുക്കും. എനിക്ക് 10 മിനിറ്റ് വരെ എടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ആവുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കുക. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഹോം സ്ക്രീൻ ആയിരിക്കും വരുന്നത്. അതിൽ നമുക്കവിടെ ഒരു ഫേസിൻ്റെ ഒരു പോർഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ കളർ വന്നാൽ അർത്ഥം ഫേസ് ലോക്ക് എനേബിൾഡ് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് ഓഫായെന്നാണ് അർത്ഥം. ഈ ഫേസ് ലോക്ക് എപ്പോഴും ടോഗിൾ ചെയ്ത് വെച്ചേക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ സ്ക്രീൻ ലോക്കിൽ ഫേസ് ലോക്ക് എനേബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജിന് വേണമെങ്കിൽ അതിലും സ്ക്രീൻ ലോക്ക് എനേബിൾ ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഒരു പെർമിഷൻ ഗ്രാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡാറ്റ യൂസേജ് പെർമിഷൻ, അത് നിങ്ങൾ ഗ്രാൻഡ് ചെയ്യുക. ഈ സമയം നിങ്ങൾ മെസ്സഞ്ചറോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. എന്നാൽ സ്ക്രീൻ ഓവർലേ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. സോ അത് യൂസ് ചെയ്യാതിരിക്കുക. എന്നിട്ട് കണ്ടോ, അവിടെ ഇപ്പോൾ അവിടെ ഒരു കളറല്ല വരുന്നത്. ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത സമയത്ത് അവിടെ ഫേസിൻ്റെ ഒരു പോർഷൻ, ഒരു പടം വന്നിട്ടുണ്ട്. അതിനർത്ഥം ഫേസ് ലോക്ക് എനേബിൾഡ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ മെസ്സഞ്ചറിൻ്റെ അവിടെ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മെസ്സേജ് എടുക്കുമ്പോൾ എനിക്ക് ഫേസ് കാണിച്ചാൽ മാത്രമേ വരത്തുള്ളൂ. ഇത് നോട്ടിഫിക്കേഷൻ ലോക്ക്. ഈ നോട്ടിഫിക്കേഷൻ ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും ഒരു 3 വട്ടത്തിൽ കൂടുതൽ തെറ്റായിട്ടുള്ള പാസ്കോഡ് അടിച്ചാൽ അയാളുടെ ഫോട്ടോ അവരറിയാതെ ഈ ഫോൺ ക്യാപ്ചർ ചെയ്ത് വയ്ക്കും. അതാണ് നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫേസ് ലോക്കിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം. നിങ്ങളുടെ ഫേസ് വെച്ച് ആദ്യം ഒന്ന് റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നമ്മൾ ഫോണിൽ ഒന്ന് ലോക്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ഫേസ് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഡെമോ കാണിച്ചു തരാം. എൻ്റെ ഫേസ് വെച്ച് ഞാനൊന്ന് അൺലോക്ക് ചെയ്യാണ്. ഞാനിപ്പോൾ എൻ്റെ ഫേസ് ഒന്ന് കാണിച്ചേക്കാണ്. അപ്പോൾ അതിങ്ങനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഫോണിനെ അൺലോക്ക് ആക്കും. അതുമാത്രമല്ല, ഇതിനകത്ത് ടണ്ണോളം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നല്ല അടിപൊളി ഓപ്ഷൻസ് ആണെല്ലാം. പക്ഷേ ഇതൊരു കൂടുതൽ ഓപ്ഷൻസിനായിട്ട് നിങ്ങൾ പ്രീമിയം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പ്രീമിയം എടുത്തിട്ട് പ്രീമിയം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വീഡിയോയും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, അങ്ങനെ ഒരു വീഡിയോ വേണമെന്ന്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കെ, താങ്ക് യു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും.